കേരളത്തിൽ ഒരു വൈദിക ശ്രേഷ്ഠനെ അറസ്റ്റ് ചെയ്തു, കേരളത്തിൽ ഒരു സൂപ്പർ സ്റ്റാറിനെ അറസ്റ്റ് ചെയ്തു, കേരളത്തിൽ ഒരു തന്ത്രി അറസ്റ്റ് ചെയ്തു. ഇതിനൊക്കെ കഴിയുന്ന ഒരു സർക്കാർ കേരളത്തിലുണ്ട്. കാരണം ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങാത്തതിന്റെ പേരിൽ അതിന് കഴിയുന്ന ഒരു സർക്കാർ കേരളത്തിലുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്ത്രി അറസ്റ്റിലായി. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ എല്ലാ പ്രതിരോധങ്ങളെയും അങ്ങ് തന്നെ റദ്ദു ചെയ്തിരിക്കുന്നു. അത് SIT ആണ് അറസ്റ്റ് ചെയ്തത്. SIT ചെയ്യുന്ന കാര്യത്തിൽ സർക്കാരിന് പങ്കില്ലെന്നല്ലേ അങ്ങ് തന്നെ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്? ശ്രീമതി മാധുവിനെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധം നടത്തിയപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് കോടതിക്കെതിരായ പ്രതിഷേധമാണ് എന്നുള്ളതാണ്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, ഈ DCCകളുടെ നേതൃത്വത്തിലൊക്കെ സംസ്ഥാന വ്യാപകമായി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധം ഈ ദിവസവും നടക്കുകയാണ്. ഇതൊക്കെ ഹൈക്കോടതിക്കെതിരായ പ്രതിഷേധമാണോ? ശ്രീമതി മാധു, ആ ചോദ്യത്തിനോട് ഞാൻ പ്രതികരിക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ ഈ അവതാരിക എന്ന തരത്തിൽ ഈ ചർച്ച കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് കേട്ടു നോക്കണം. നിങ്ങളൊക്കെ എടുക്കുന്ന ഒരു സമീപനത്തിൻ്റെ പൊതുജനം എങ്ങനെയാണ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ളത്. താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് അതിലൊക്കെ വിജയിക്കാൻ പറ്റിയേക്കാം. കാരണം ഒരു കോൺഗ്രസ്, ഒരു BJP, ഒരു വലതുപക്ഷ നിരീക്ഷണം, പിന്നെ അവതാരകർ, ഇതെല്ലാം കൂടെ ചേർന്നിരുന്ന് ഒരു സ്വകാര്യം പറയുന്നത് പോലെ പരസ്പരം സഹായിച്ചു കൊണ്ടൊരു ചർച്ച നടത്തുക. നിങ്ങൾ അസ്വസ്ഥ ഉളവാക്കുന്ന ഒരു ചോദ്യം അവരോട് ചോദിക്കാതിരിക്കുക. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോയിന്റുകൾ ഉന്നയിക്കുക. ഇടതുപക്ഷ പ്രതിനിധികൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ 10,000 ചോദ്യങ്ങളുമായിട്ട് വരിക. കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളുടെ മുഴുവൻ ഒരു പൊതു സമീപനത്തിൻ്റെ ചിത്രമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു ചിത്രം അവതരിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ, ബഹുമാന്യ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിരിക്കുന്ന ഒരു വിഷയത്തിൽ നിങ്ങൾ എത്തിച്ചേരുന്ന നിഗമനം എന്താ? നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്ന ഒരു അവസ്ഥ എന്താ? അതായത് ഇവിടെ സംവിധാനം, ഈ ഒരു ജനാധിപത്യ സംവിധാനത്തിലല്ല ഈ ചർച്ചകളൊന്നും കൊണ്ടുപോകുന്നത്. നമുക്ക് താല്പര്യമുള്ള വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ജനാധിപത്യ വിരുദ്ധമായ സമീപനം സ്വീകരിക്കുക, അതിനാവശ്യമായ പാനൽ സെറ്റ് ചെയ്യുക. ഇതാണ് നിങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറഞ്ഞ ഒരു വിഷയം എന്താ? ഒരു ഇരട്ടത്താപ്പ് എന്താ? ഒരു ഇരട്ടത്താപ്പ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്താൽ, ശ്രീ വാസുവിനെ അറസ്റ്റ് ചെയ്താൽ ആ അറസ്റ്റിൻ്റെ ഉത്തരവാദിത്വം സർക്കാരിനില്ല. അത് ബഹുമാന്യ ഹൈക്കോടതി നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോന്നു. നിങ്ങളെപ്പോലുള്ള അവതാരകർ, എന്നെപ്പോലുള്ള ആളുകളോട് ആവർത്തിച്ച് പറയാൻ ശ്രമിച്ചത് നിങ്ങൾ ഇതിന് ക്രെഡിറ്റ് എടുക്കേണ്ട കാര്യമേ ഇല്ല, നിങ്ങൾക്ക് ഒരു പങ്കും ഇതിനകത്തില്ല. നേരെ മറിച്ച് SITക്ക് ദൗർബല്യം വന്നാൽ നിങ്ങൾ ഈ ഉത്തരവാദിത്വം ആരേറ്റെടുക്കണം? കേരള സർക്കാർ ഏറ്റെടുക്കണം. അവിടെ ഹൈക്കോടതി ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ഈ SIT ആരുടെ നിയന്ത്രണത്തിലാണ്? ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ. ഇനി ഇവിടെ പൊട്ടുകുത്തിയ കഥയൊക്കെ ആയിട്ട് പറഞ്ഞുകൊണ്ട് വന്നു. ഇവിടെ ജാമ്യം പരിഗണിക്കുന്ന കോടതിയാണോ ശബരിമലയിലെ ഈ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അധ്വാനത്തെ മനസ്സിലാക്കുന്നത്? SIT നടത്തിക്കൊണ്ടിരിക്കുന്ന അധ്വാനത്തെ മനസ്സിലാക്കുന്നത്? ജാമ്യവുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് മാത്രമല്ലേ അവർ പരിശോധിക്കുന്നുള്ളൂ. അതേ ഒരു സിംഗിൾ കോടതി ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞതിന് ശേഷം 1, 2, 3 ദിവസം കഴിഞ്ഞ് ബഹുമാന്യ ഡിവിഷൻ ബെഞ്ച്, ഈ 3 അംഗ ബെഞ്ച്, വിജയരാം സാറിൻ്റെ ഉൾപ്പെടെയുള്ള 3 അംഗ ബെഞ്ച്, അവർ ഈ കേസ് പരിഗണിച്ചപ്പോഴാണ് SITക്ക് ഫുൾ സർട്ടിഫിക്കറ്റ് കൊടുത്തവർ. അല്ലെങ്കിൽ SIT നല്ല രീതിയിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അന്വേഷണം നടത്തിക്കൊണ്ട് പോകുന്നുവെന്ന് അവരാണ് പറഞ്ഞത്, ഞങ്ങളല്ല പറഞ്ഞത്. ഇതാണ് ബഹുമാന്യ മുഖ്യമന്ത്രി പറയാൻ കാര്യം. നിങ്ങൾ ഹൈക്കോടതിക്കെതിരായിട്ടാണ് ഈ വിമർശനം നടത്തുന്നത്. ഇതാണല്ലോ ഇനി അടുത്തൊരു പ്രശ്നം, ഇവിടെ ചർച്ച ചെയ്യപ്പെടാത്തൊരു പ്രശ്നമാണ്. ബഹുമാന്യ പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ ദേവസ്വം വകുപ്പ് മന്ത്രിക്കെതിരായിട്ട് രൂക്ഷമായ ആരോപണം ഉന്നയിച്ചു, ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇത് കൊണ്ടുപോയി കൊടുത്തത് ഇന്നാരാണ്, ഇതിൻ്റെ പണം വാങ്ങിച്ചത് ഇന്നാരാണെന്ന രൂപത്തിൽ തന്നെ അദ്ദേഹം ആക്ഷേപം ഉന്നയിച്ചു ദേവസ്വം മന്ത്രിക്കെതിരായിട്ട്. ദേവസ്വം മന്ത്രി മാനനഷ്ട കേസ് കൊടുത്തു. ആ കേസിന് തെളിവ് കൊടുക്കാൻ 10,000 തവണ വിളിച്ചു, ഒരിക്കൽ പോലും ചെല്ലത്തില്ല. അവസാനം അദ്ദേഹം കോടതി പറഞ്ഞെന്താ? പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കൊടുത്തതെന്ന്. നിങ്ങളൊക്കെ പറയുന്നത് കേട്ടോണ്ടാ അദ്ദേഹം പറഞ്ഞതെന്ന്. അത് പിന്നെ അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി കേരളത്തിൽ ഇല്ലാതായി. അദ്ദേഹം ഒരേ ദിവസം തന്നെ പല നുണകൾ പറഞ്ഞതുകൊണ്ട്, പഴയ കാലമല്ല, ഇപ്പം ക്ലിപ്പിങ്സ് ഒക്കെ ഉടനെ കിട്ടുമെന്നുള്ളത് കൊണ്ട് എല്ലാവർക്കും അത് വ്യക്തമാകും. പക്ഷേ ദേവസ്വം മന്ത്രിക്കെതിരായിട്ട് നിങ്ങൾ എത്ര ദിവസം മുൾമുനയെ നിർത്തി ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം വെച്ചുകൊണ്ട്? ഇനി തെരഞ്ഞെടുപ്പ് സമയത്ത് ലാഗ് ചെയ്തു എന്ന് പറയുന്നത് എന്ത് ന്യായത്തിലായി വർത്തമാനം പറയുന്നത്? തെരഞ്ഞെടുപ്പ് സമയത്ത് ലാഗ് ചെയ്തു. ഈ തെരഞ്ഞെടുപ്പ് സമയം അതെ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളിയെ കുറിച്ച് പറഞ്ഞ കാര്യമാണ്. തെരഞ്ഞെടുപ്പ് അതെ, അത് കടകംപള്ളിയുടെ പേര് ഞാൻ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞിട്ടാണ് മാധു അതിലേക്ക് കടന്നത്. അതുപോലെ ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് അന്വേഷണം ലാഗ് ചെയ്തു,
അങ്ങനെ SITക്ക് ഒരു ഉദ്ദേശമില്ല. SITക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ വിളിച്ച് അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്ന അവസ്ഥ ഉണ്ടാവുമോ, ചോദ്യം ചെയ്യാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാവുമോ? അതുപോലെ ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും പ്രധാനമായി നടന്ന സംഭവം തന്ത്രിയുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പിലും അദ്ദേഹത്തിൻ്റെ അറസ്റ്റുമായിരുന്നു. ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും ഇത്രയും മഹത്തായ ഒരു ആരാധനാലയത്തിൻ്റെ അധിപസ്ഥാനത്തിരിക്കുന്ന അതിൻ്റെ ആചാര സംരക്ഷണത്തിൻ്റെ അപ്പോസ്റ്റലായിരിക്കുന്ന ഒരാളെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? കേരളത്തിൽ അറസ്റ്റ് നിങ്ങൾ നോക്ക്. കേരളത്തിൽ ഒരു വൈദിക ശ്രേഷ്ഠനെ അറസ്റ്റ് ചെയ്തു, കേരളത്തിൽ ഒരു സൂപ്പർ സ്റ്റാറിനെ അറസ്റ്റ് ചെയ്തു, കേരളത്തിൽ ഒരു തന്ത്രി അറസ്റ്റ് ചെയ്തു. ഇതിനൊക്കെ കഴിയുന്ന ഒരു സർക്കാർ കേരളത്തിലുണ്ട്. കാരണം ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങാത്തതിന്റെ പേരിൽ അതിന് കഴിയുന്ന ഒരു സർക്കാർ കേരളത്തിലുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്ത്രി അറസ്റ്റിലായി. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ എല്ലാ പ്രതിരോധങ്ങളെയും അങ്ങ് തന്നെ റദ്ദു ചെയ്തിരിക്കുന്നു. അത് SIT ആണ് അറസ്റ്റ് ചെയ്തത്. SIT ചെയ്യുന്ന കാര്യത്തിൽ സർക്കാരിന് പങ്കില്ലെന്നല്ലേ അങ്ങ് തന്നെ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്? മാധുവിനെ കൊണ്ട് ശ്രീമതി മാധുവിനെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തർക്കമില്ലല്ലോ. സ്വയം തെറ്റായി പറഞ്ഞപ്പോൾ അത് എന്നെ കൊണ്ട് പറയാനുള്ള അങ്ങയുടെ ബുദ്ധി വൈശിഷ്ട്യത്തെ അങ്ങ് തന്നെ പ്രശംസിച്ചതിൽ ഞാൻ കൃതാർത്ഥയാണ്. അങ്ങ് പറഞ്ഞോളൂ. ഞാൻ വിമർശനം ഏറ്റുവാങ്ങാൻ നമ്മുടെ ശ്രീഷ്ഠയായി നിൽക്കുന്നു. മാധു കൃതാർത്ഥയാവേണ്ടത്. മാധു ഒരു മുക്കാൽ മണിക്കൂറായിട്ട് മാധുവിന് താല്പര്യമുള്ള അഭിപ്രായം കേട്ട് കൃതാർത്ഥയായിക്കൊണ്ടിരിക്കുക. ഈ ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. തന്ത്രി അറസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ഗുണമല്ലത്. നേരത്തെ എന്താ അങ്ങനെ ഇത് പറയാഞ്ഞ്? ഇതൊന്നും അറസ്റ്റ് ചെയ്തില്ലെന്ന് വലതുപക്ഷ പ്രതിനിധികൾ ഇവിടെ പറഞ്ഞപ്പോൾ മാധു അഭിമാനത്തോടു കൂടിയാണ് പറഞ്ഞത് ഒരു വൈദിക ശ്രേഷ്ഠനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സർക്കാർ എന്നൊക്കെ. ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ എത്ര തന്മയത്വത്തോടെയാണ് അങ്ങ് കടകം തിരിഞ്ഞു വീണത്. അതാ ഞാൻ പറഞ്ഞതാണ്. മാധു ഏതെങ്കിലും ഇവിടെ 3 പേര് ഈ അറസ്റ്റ് വൈകുന്നതിലും അറസ്റ്റ് ദുർബലപ്പെടുന്നതിലും ഒക്കെ ഉള്ള വിമർശനം ഉന്നയിച്ചല്ലോ. അപ്പൊ മാധു ഒരിക്കൽ പോലും പറഞ്ഞില്ലല്ലോ അതിനെന്തിനാ നിങ്ങൾ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത്, അത് SIT അല്ലേ, അത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലല്ലേ എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇപ്പൊ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ അത് ക്ലിയർ ആവുമായിരുന്നു. SITയെ കുറിച്ചുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. BJPയും കോൺഗ്രസും ആദ്യം മുതൽ തന്നെ അതിൽ സർക്കാർ ഇടപെടലുണ്ട് എന്ന വിമർശനം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കുകയാണ് ഇത്രയും കാലം CPM ചെയ്തത്. ആ CPMന്റെ വക്താവ് ഇവിടെ ഇരുന്ന് പറയുകയാണ് SIT ചെയ്ത അറസ്റ്റ് സർക്കാരിന്റെ ധൈര്യവും ഇച്ഛാശക്തിയും കൊണ്ടാണ് എന്ന്. സ്വാഭാവികമായും എനിക്ക് ആ ചോദ്യം ഉന്നയിക്കേണ്ടി വന്നു. ഡോക്ടർ PK ഗോപൻ, അത് എനിക്ക് തോന്നുന്നു ഞാനും അങ്ങോ വിശദീകരിക്കുന്നതിനപ്പുറത്ത് എത്രത്തോളം അത് പ്രേക്ഷകർക്ക് വ്യക്തമായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങ് പൂർത്തിയാക്കൂ. മാധു, അത് SITയെ നിങ്ങൾ വിമർശനപരമായി കുറ്റപ്പെടുത്തുമ്പോൾ ഈ തന്ത്രി ഉൾപ്പെടെ ഉള്ളവരെ അറസ്റ്റ് ചെയ്തതിനെ കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. കാരണം SITയുടെ മുമ്പിൽ സർക്കാരിൻ്റെ സമ്മർദ്ദം അറസ്റ്റ് ചെയ്യുന്നതിനോ ചെയ്യാതിരിക്കുന്നതിനോ ഇല്ല. നീതിപൂർവമായ കാര്യങ്ങൾ SIT ചെയ്യുമെന്ന പ്രതീക്ഷ ഹൈക്കോടതിയും ഗവൺമെന്റും വെച്ച് പുലർത്തുകയാണ്. കാരണം എന്തുകൊണ്ടാ ഗവൺമെന്റ് പറയുന്നത് ആരിതിനകത്ത് ഇടപെട്ടാലും അവരെ വെറുതെ പറഞ്ഞു തരട്ടെ, ഞാൻ ഒന്ന് പറഞ്ഞു തരട്ടെ, ആരിതിനൊക്കെ ഇടപെട്ടാലും ഇത് ഒരു കാരണവശാലും ഇതിനകത്ത് അബദ്ധം സംഭവിക്കരുത്. ഇനി എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഞാൻ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ മാത്രമല്ല, ഞങ്ങളെല്ലാവരും. ആ ചോദ്യം ഇവിടെ ഇപ്പൊ BJP ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം അതിന് എനിക്ക് ഉത്തരം കിട്ടിയേ മതിയാവും. അതായത് സോണിയാഗാന്ധിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്ദർശിക്കാനുള്ള പെർമിഷൻ വാങ്ങിച്ചു കൊടുത്തത് ആരാണ്? ശരി, അത് നമുക്ക് ശ്രീ രാജു പിന്നാരോട് ചോദിക്കാം. അതിന് മുൻപ് ഞാൻ അനുസരിച്ചാണെങ്കിൽ ഡോക്ടർ സുഭാഷ് ബാബുവിലേക്കാണ് പോകേണ്ടത്. അതിനുശേഷം രാജു പിന്നാരിലേക്ക് ഞാൻ ആ ചോദ്യം ചോദിക്കുകയും ചെയ്യാം.